ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവയുടെ ആക്കിയതിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവവചനത്തിന്റെ ചിന്ത, ദൈവവചനത്തെ ചിന്തിക്കുന്നത്, അതായത് എത്രത്തോളം ദൈവവചനം നമ്മുടെ ചിന്തകളിൽ നിറയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറും. അതായത് കേൾപ്പാൻ വേഗതയുള്ളവരും പറയുവാൻ താമസമുള്ളവരും ആയിരിക്കണം എന്ന് വചനം പറയും. അതായത് കേൾക്കുന്നതിൻ്റെ വളരെ കുറച്ചേ പറയാവൂ. അതായത് കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം സൃഷ്ടിക്കും. കേൾക്കുക, വിശ്വസിക്കുക. കേൾക്കുന്നതിനെല്ലാം പറയരുത്. കേൾക്കുന്ന കേൾവി നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നോ വിശ്വസിക്കുന്ന കാര്യമേ പറയാം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലതിനെ നമ്മൾ എൻജോയ് ചെയ്ത് കൊടുക്കുക, അല്ലെ? നമ്മൾ ചോദിക്കും, ഇന്നത്തെ വർഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ വർഷിപ്പ് നല്ല പോലെ പാട്ടുകൾ കുഴപ്പമൊന്നുമില്ലാതെ പോയി നമ്മൾ പറയും ഇന്നത്തെ വർഷിപ്പ് സോ പവർഫുൾ ആണ്. കാരണം ഈ വർഷിപ്പ് ദ സോങ്സ്, ദാറ്റ്സ് വൈ. നമ്മള് പാട്ടുകളെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ തന്നെ ആരാധിക്കുന്നു. ഇന്ന് എനിക്ക് നല്ലപോലെ വർഷിപ്പ് ചെയ്യാൻ പറ്റി. എന്നിട്ട് നമ്മൾ പറയുന്ന ഞാൻ ദൈവത്തെ ആരാധിച്ചു. ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുവാനായിട്ടൊരു പാട്ടിന്റെ ആവശ്യമുണ്ട്, വേറെ ഒരു കൂട്ടരുടെ ആവശ്യമുണ്ട്. എന്താണ് ഈ ആരാധന എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, നമുക്ക് ഇന്ന് ലോകത്ത് ആ വർഷിപ്പ് നമുക്ക് ഒത്തിരി പേരെ കാണാൻ കഴിയും. വർഷിപ്പ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഒരു കലാകാരനെ ഒരാള് വർഷിപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ കലാകാരനെ പോലെ വസ്ത്രധാരണം, സംഭാഷണ രീതി, അല്ലേ? ആ കലാകാരൻ എന്ത് ചെയ്യുന്നു, അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും, അതുപോലെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഈ ആരാധന എന്താ സംഭവിക്കുന്നത്? ആരാധനയിലൂടെ ഈ വ്യക്തി അദ്ദേഹമായി മാറുക. ആരെ ആരാധിക്കുന്നോ ആ വ്യക്തിയായിട്ട് ഇദ്ദേഹം മാറുക. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ആരാധന അങ്ങനെയാണോ? നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ആ കർത്താവിന്റെ സ്ഥാനത്ത് നമ്മൾ ആയിത്തീരുന്ന ദൈവമകൻ, ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള ബോധ്യത്തോടുകൂടെ ആ ഒരു ബോധ്യത്തിൽ ആയിത്തീരുന്ന അനുഭവമാണോ ആരാധന? അല്ല, നമ്മുടെ പാട്ടുകളും നമ്മുടെ വാദ്യഘോഷങ്ങളും നമ്മുടെ ശബ്ദമുഖരിതമായ അവസ്ഥയും ഇതാണോ ആരാധന? നല്ലതാണ്, നമ്മൾ കൂടി വരുമ്പോൾ പാട്ട് പാടുകയും ആരാധിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത് നമ്മളെ ആ ശുശ്രൂഷയിൽ കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ട്, നമ്മളെ അതില് ആഴത്തിൽ ഇറങ്ങി വരാനായിട്ട് അതെല്ലാം സഹായിക്കുന്ന കൂട്ടത്തിൽ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതാണോ ആരാധന? ആരാധന എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രൂട്ടാണ്, അല്ലെ? അതായത് നമ്മൾ പാട്ട് പാടുന്നു, നമ്മൾ ആരാധിക്കുന്നു, അതായത് കർത്താവ് പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പിതാവിനെ ആരാധിക്കും സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. 24-ാം വാക്യം പറയുകയാണ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ ഈ ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിൽ ആരാധിക്കുക, ഈ അകത്തൊരു വർഷിപ്പ് നടക്കണം. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിയന്ത്രിതമായ ആരാധന എന്ന് മനസ്സിലാക്കുക. ആത്മാവിൽ ആരാധന നടക്കണം, അകത്ത് ഡീപ്പ് വർഷിപ്പ്. അതാണ് ആത്മാവിന്റെ ആരാധന. വർഷിപ്പ് ഇൻ ദ സ്പിരിറ്റ്. ഇൻ ദ സ്പിരിറ്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കപ്പെട്ട് നമ്മുടെ ആരാധനകളിൽ ഇൻ ദ സ്പിരിറ്റ്, ഇൻ നമ്മുടെ ഉള്ളിൽ, ഹല്ലേലൂയ, ആ സ്പിരിച്വൽ വർഷിപ്പ് നടക്കുന്നുണ്ടോ? ആ സ്പിരിറ്റില് ആ കണക്ഷൻ ബിൽഡപ്പ് ചെയ്യപ്പെടുന്നുണ്ടോ? ആ സ്പിരിറ്റില് നമ്മൾ ട്രാൻസ്ഫോംഡ് ആകുന്നുണ്ടോ? സ്പിരിറ്റിൽ നമ്മൾ ചേഞ്ച് ആകുന്നുണ്ടോ? അപ്പൊ ഈ വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് ഈ പാട്ടുകളും നമ്മൾ പറയും നല്ല പാട്ടായിരുന്നു, അതാണ് വർഷിപ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ സംവിധാനങ്ങളൊക്കെ മനോഹരമാണെങ്കിൽ നമ്മൾ പറയും സ്റ്റേജും അതിന്റെ അലങ്കാരങ്ങളൊക്കെ വളരെ മനോഹരമാണ് പറയും, ബ്യൂട്ടിഫുൾ ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. ശബ്ദമുഖരിതമാണെങ്കിൽ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ ശബ്ദമുഖരിതമായ അവസ്ഥയാണ് ഏറ്റവും നല്ല ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട ഒരു ആരാധന എന്ന് പറയുന്നത് നമ്മൾ കരമടിക്കുകയും പാട്ടുപാടുകയും സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ
നമ്മുടെ സ്പിരിറ്റില്, നമ്മുടെ ആത്മാവില് ദൈവവുമായി സമ്മേളിക്കുന്ന ആ വണ്ണസ് വരുന്നില്ലേ, അതിന്റെ പേരാണ് ആരാധന. ആ ആത്മാവിൽ നടക്കുന്ന കോൺവെർസേഷൻ, ആ സ്പിരിറ്റിൽ നടക്കുന്ന എന്താ പറയുന്ന ആ ഒരു യൂണിറ്റി, ആ ആത്മാവിൽ നടക്കുന്നതായ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് വർഷിപ്പ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആരാധനയുടെ റിയൽ പ്ലേസ് എന്ന് പറയുന്നത് not in a church, not in a stage, but in the spirit. In the spirit. അപ്പൊ അവിടെയാണ് വർഷിപ്പ്. ആ ആരാധനയിൽ എന്തില്ല, ഒരു ഭൗതികമായ ഒരു ചിന്ത നമ്മളെ സ്പർശിക്കുന്നു. മാത്രമല്ല, നമ്മൾ വേറെ ഒന്നിലേക്കും അട്രാക്റ്റഡ് ആകുന്നില്ല. അവിടെ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പാട്ടുകൾ മനോഹരമായിരിക്കണമെന്നില്ല. അത് നയിക്കുന്നവർ ഒരു പക്ഷേ ശക്തന്മാരായിരിക്കാം, ശക്തന്മാരല്ലായിരിക്കാം, കഴിവുള്ളവരായിരിക്കാം, കഴിവില്ലാത്തവരായിരിക്കാം. അതിൻ്റെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ, അവിടുത്തെ ശബ്ദ സംവിധാനങ്ങൾ, അവിടുത്തെ വെളിച്ചത്തിന്റെ സംവിധാനങ്ങൾ ഒക്കെ വളരെ അലങ്കാരവും വളരെ മനോഹരവും ഒന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ടും, നമുക്കറിയാലോ പൗലോസ് ആത്മാവ് നിറഞ്ഞവനായി ഒരുത്തനെ ശാസിച്ചു. അവന്റെ കണ്ണ് കാണാതെ. അവിടെ ആത്മാവ് നിറയാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അവന്റെ ഉള്ളില് ദൈവത്തോടുള്ള വണ്ണസ്, ആ ദൈവം അവൻ ഒന്നാന്നുള്ള ബോധ്യത്തിൽ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വർഷിപ്പിൽ, നമ്മുടെ ആരാധനകളിൽ ആ ഇൻസൈഡ് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ, ആ സ്പിരിറ്റിൽ നമ്മൾ ഹീലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശരീരത്തിലും മനസ്സിലും സൗഖ്യം. സ്പിരിറ്റിൽ നമ്മൾ ഒരു ഡീപ്പ് കൺവിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നിശ്ചയമായിട്ടും മാറ്റം വരുത്തിയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആരാധനയെ മറ്റെന്തെങ്കിലും കാര്യത്തോട് ചേർത്ത് പിടിച്ച് ചിന്തിക്കാതെ, ആരാധന എന്ന് പറയുന്നത് ദൈവവും ഞാനും തമ്മിൽ ഒന്നാകുന്ന അവസ്ഥ. ഹല്ലേലൂയ. നമുക്ക് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആരാധനയെക്കുറിച്ച് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന നമ്മളാണ്. നമുക്ക് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അപ്പൊ അത് അവിടെ നമ്മുടെ ശരീരം കൊണ്ടുള്ള വർഷിപ്പ്. യേശ്. അപ്പൊ അവിടെ യഥാർത്ഥ പരിച്ഛേദനക്കാരാരാന്ന് പറയും. യഥാർത്ഥ സർക്കംസൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ ആരാണ് നമ്മളെ പറയും. അപ്പൊ അവിടെ പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ നമ്മുടെ ഈ ആരാധനയിൽ നമുക്ക് നമ്മുടെ കരമടിക്കുക, നമ്മൾ നൃത്തം ചെയ്യുക, അതെല്ലാം ശരീരത്തിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ കരമടിക്കുന്ന ശരീരം കൊണ്ടാണ്, നൃത്തം ചെയ്യുന്നത് ശരീരം കൊണ്ടാണ്. നമ്മൾ വർഷിപ്പില് ചിലപ്പോൾ ഒരു താളത്തിൽ നമ്മളൊന്ന് ചലിക്കാറുണ്ട്, അത് ശരീരം കൊണ്ടാണ്. ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആരാധനയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആരാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ എന്നിവിടെ വ്യക്തമായി പറയും. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആത്മാവ് കൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അപ്പൊ അവിടെ ആരാധന എവിടെയാണ്? ദൈവത്തിന്റെ ആത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ ഫ്രീഡം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. അപ്പൊ അവിടെ നമ്മൾ ചിന്തിച്ചേക്കാം, നമുക്ക് ദാവീദ് ആരാധിച്ചപ്പോൾ നൃത്തം ചെയ്ത് ആരാധിച്ചല്ലോ. അവിടെ മീഖള് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകള്, പുരുഷന്മാര്, ഇദ്ദേഹം ഒരു ശ്രേഷ്ഠ രാജാവാണ്, അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല, ഒരു അംഗമല്ല, സാധാരണ ഒരു പ്രജയല്ല. ആ കാലത്ത് ആ ദേശത്ത് അറിയപ്പെടുന്ന, ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഏറ്റവും ശക്തനായ ഒരു രാജാവാണ്, അധികാരമുള്ളവൻ. അങ്ങനെ അത്രത്തോളം അധികാരമുള്ളവനായ
ആ വ്യക്തി ആരാധിച്ചപ്പോൾ ആ വ്യക്തിയുടെ എന്താ പറയുന്നത് ചുറ്റുപാടുകളെ മറന്നു, സാഹചര്യങ്ങളെ മറന്നു ആരാധിച്ചു. ആ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു എന്നൊന്നും അവിടെ എഴുതിയിട്ടൊന്നുമില്ല. പക്ഷെ അവൻ ആരാധിച്ചു, അവൻ ദൈവത്തെ ആരാധിച്ചു. അപ്പൊ അവിടെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷത്തിന്റെ എക്സ്പ്രഷനാണ്. അപ്പൊ അവിടെ നമുക്കറിയാം ആ കാലത്ത് ദൈവം വസിക്കുന്നത് പെട്ടകത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടകത്തിന് മുമ്പിൽ ആരാധിക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ, പെട്ടകത്തിന് മുമ്പിലാണ് അവൻ ആരാധിച്ചത്. കാരണം ദൈവം വസിക്കുന്നത് പെട്ടകത്തിലാണ്. അപ്പൊ ആ ദൈവം വസിക്കുന്ന പെട്ടകത്തിന് മുമ്പിൽ അവൻ ആരാധിച്ചപ്പോ അതിനെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അവർ കാണേണ്ടത്. കാരണം ദൈവം വസിക്കുന്നത് പെട്ടകത്തിലാണല്ലോ. ഈ ദാവീദിനെ കുറിച്ച് അറിയാം. ദാവീദ് ഈ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദ് അവിടെ അപ്പൻ പോലും മറന്നുപോയി. ഈശായി ആകുന്ന അപ്പൻ മറന്നുപോയി. മറ്റുള്ള 7 മക്കളെയും പിടിച്ചു നിർത്തി ഇവനാണ് എന്ന് പറയുമ്പോൾ സമൂവേലും താൻ സ്വന്തം ചിന്ത കൊണ്ട് രൂപവും ഭാവവും കണ്ടിട്ട് ചാടി എഴുന്നേറ്റു അഭിഷേകം ചെയ്യിക്കാനാണ്. പക്ഷെ കർത്താവ് സ്റ്റോപ്പ് ചെയ്തു, ദൈവം സ്റ്റോപ്പ് ചെയ്തു. നിക്ക്, ഞാൻ തെരഞ്ഞെടുത്ത ആൾ വന്നിട്ടില്ല. അങ്ങനെ ഇടയനായിരുന്ന ദാവീദിനെ, കാട്ടിൽ ആട് മേയിച്ചു കൊണ്ടിരുന്ന ദാവീദിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുത്തിയിട്ട് ദാവീദിനെ അഭിഷേകിച്ചു. സഹോദരങ്ങളുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകിച്ചു. തന്റെ ജനത്തിന്റെ രാജാവായിട്ട്, അധിപതിയായിട്ടാണ്. വെറുതെ ഒരു ഇടയനായിട്ടല്ല കേട്ടോ, ശ്രേഷ്ഠ ഇടയനാകാനായിട്ടും കുറച്ചുകൂടെ നന്നായിട്ട് ഇടയപ്പണി അല്ലല്ല, രാജാവായിട്ട് അഭിഷേകിക്കും. ആ ദാവീദിന്റെ പിന്നെ നമുക്കറിയാം, പിന്നെ ദാവീദ് ശൗലിന്റെ മുമ്പിൽ കിന്നര വായനയ്ക്കായിട്ട് നിൽക്കുന്നു. ശൗലിന് സൗഖ്യം കിട്ടുന്നു. എന്നാൽ ഗോലിയാത്തിനെ കൊന്ന ദാവീദിന് ജനം ഒന്നടങ്കം മഹത്വം കൊടുത്തപ്പോ, അവനെ പുകഴ്ത്തി പറഞ്ഞപ്പോ അസൂയ കൊണ്ട് നിറഞ്ഞവനായ ശൗൽ പറഞ്ഞു, ഇത് എനിക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ശൗൽ അവനെ കൊല്ലാനായിട്ട്. പിന്നീട് ചിന്തിച്ചു നോക്കുക, ഒരു വലിയ അജാനുബാഹുവായ ഒരുവനെ കൊന്നുകളഞ്ഞവനായ, വലിയ ശക്തനായ ഒരുവനെ കൊന്നുകളഞ്ഞ ദാവീദിന് ശൗലിനെ തൊടാനായിട്ട് ഒരു പ്രയാസവും. പക്ഷെ ദാവീദ് അത് ചെയ്തില്ല. എന്നാൽ ദാവീദ് ഓടുക, ശൗൽ ഓടിച്ചപ്പോ ദാവീദ് രക്ഷപ്പെട്ട് ഓടുക. ഗുഹകളിൽ ചെന്നു, വനത്തിൽ ചെന്നു, കാടുകളിൽ ചെന്നു. അതുപോലെ തന്നെ ഫെലിസ്ത്യ രാജാവിന്റെ അടുക്കൽ പോലും ചെന്നുവിട്ടു. ആ ദാവീദ് ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ശൗലിന്റെ കൈ കൊണ്ട് മരിച്ചു പോകും. 1 സമൂയേൽ പുസ്തകം 27-ാം അധ്യായത്തില് ദാവീദ് പറഞ്ഞ കാര്യം, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കൈ കൊണ്ട് നശിക്കേ ഉള്ളൂ. ഇതാ പറഞ്ഞ വാക്ക്, ഇതാണ് അവൻ തന്നെ പറഞ്ഞ വാക്ക്. അപ്പൊ അങ്ങനെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന വ്യക്തിയാണ് ദാവീദ് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അവസ്ഥയിൽ കൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. അങ്ങനെ കടന്നുപോയ, അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയവനായ ദാവീദിനെ കുറിച്ച് പറഞ്ഞൊരു വാക്ക്, അതൊന്ന് ഞാൻ നോക്കുകയായിരുന്നു. 1 സമൂയേൽ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, എന്റെ രക്തം യഹോവയുടെ മുമ്പാകെ നിലത്ത് വീഴരുതേ. ഒരുത്തൻ പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവും ഒരു ഒറ്റ ചെല്ലിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു എന്നവൻ പറഞ്ഞു. ദാവീദ് ചില സ്ഥലത്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഒരു ചത്ത നായാണ്. ആ ഒരു നിലയിൽ വരെ ദാവീദ് ചില സ്ഥലത്ത് ദാവീദ് പറയുന്നു. ദാവീദിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അങ്ങനത്തെ വാക്കുകളൊക്കെ ആയിരുന്നു. കാരണം ദാവീദിന്റെ ജീവിതത്തിൽ അത്രത്തോളം ഓടി നടക്കുക. നമുക്ക് 1 സമൂയേൽ 24-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് ഉറപ്പെട്ടിരിക്കുന്നത്, ആരെയാകുന്നു പിന്തുടരുന്നത്, ഒരു ചത്ത നായയെ, ഒരു ചെല്ലിനെ അല്ലയോ. അപ്പൊ ദാവീദിനെ കുറിച്ച് എല്ലായിടത്തും ചെറുതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആ ദാവീദിനെ വലിയ രാജാവാക്കി ദൈവം മാറ്റിയപ്പോൾ അവിടെ ഒരു വലിയ അധികാര നിലയിലേക്ക് ദാവീദ് വന്നപ്പോ ദാവീദ്
പെട്ടകം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും പെട്ടകം കൊണ്ടുവരികയും ചെയ്തു. ആ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് തൻ്റെ പട്ടാളത്തിലേക്ക് തൻ്റെ ക്യാമ്പിലേക്ക് അത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ 2 സമൂഹ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ദാവീദും ഇസ്രായേൽ ഗ്രഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദ്യത്രങ്ങളോട് കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. യഹോവയുടെ മുമ്പാകെ. അതിന്റെ 4-ാം വാക്യം പറയുന്നത്, കുന്നിന്മേലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. അപ്പോ പെട്ടകത്തിന് മുമ്പാകെ. ഇപ്പൊ ഇവിടെ അറിയാം, ദാവീദ് നൃത്തം ചെയ്യുന്നത് പെട്ടകത്തിന് മുമ്പാണ് നൃത്തം ചെയ്യുന്നത്. കാരണം ദാവീദിന് അറിയാം ദൈവം വസിക്കുന്നത് പെട്ടകത്തിലാണെന്നുള്ള കാഴ്ചപ്പാടാണല്ലോ അവർക്ക്. അപ്പൊ പെട്ടകത്തെ നമുക്ക് ഫെലിസ്ത്യ പാളയത്തിൽ വന്ന പെട്ടകത്തെ അവർ പറഞ്ഞത് എന്താ പറഞ്ഞത്? ദൈവം വന്നു എന്നാണ് പറയുന്നത്, അല്ലെ? അത്രത്തോളം അവര് ആ പെട്ടകത്തിന് അത്രത്തോളം അവര് പ്രാധാന്യം കൊടുത്തിരുന്നു. നമുക്ക് 1 സമൂഹ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഫെലിസ്ത്യർ ആർപ്പിന്റെ ഒച്ച കേട്ട് എബ്രായരുടെ പാളയത്തിൽ ഈ വലിയ ആർപ്പിന്റെ കാരണം എന്ത് എന്ന് അന്വേഷിച്ചു. യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. 7-ാം വാക്യം നിങ്ങൾ ചിന്തിക്കണം, ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ പെട്ടകത്തെ അവർ പറയുന്നത് പെട്ടകം വന്നപ്പോ ദൈവം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. 8-ാം വാക്യം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ആര് രക്ഷിക്കും? അപ്പൊ അവിടെ ആ പെട്ടകത്തെ ദൈവം എന്ന നിലയിലാണ് അവിടെ പറയുന്നത്. നമുക്ക് ആ വാക്യങ്ങളിൽ 1 സമൂഹ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം 7-ാം വാക്യം. 6-ാം വാക്യം യഹോവയുടെ പെട്ടകം പാളയത്തിൽ വന്നിരിക്കുന്നു എന്ന് ഗ്രഹിച്ചു. 7-ാം വാക്യം പറയുക ദൈവം പാളയത്തിൽ വന്നിരിക്കുന്നു. 8-ാം വാക്യം, ശക്തിയുള്ള ഈ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആര് വിടുവിക്കും? ആ പെട്ടകത്തെ അത്രത്തോളം പ്രാധാന്യത്തോട് കാണുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ദാവീദ് പെട്ടകത്തിന് മുമ്പ് നൃത്തം ചെയ്ത് ആരാധിച്ചത് പെട്ടകത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അവർക്കറിയാവുന്ന കാര്യം അവർ ചെയ്യുക. യാഗങ്ങളാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യം, ആരാധനയാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യം. അപ്പൊ അവര് ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്ന കാര്യമല്ല അവർ ചെയ്യും. പക്ഷേ നിങ്ങളുടെയും എന്റെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അവസ്ഥ എന്താണ്? ദൈവം എവിടെ വസിക്കുന്നത്? ഏതെങ്കിലും ഒരു പെട്ടകത്തിലാണോ? ദൈവം നമ്മിലല്ല വസിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരാധന എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായി കാണരുത്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ അല്ല വർഷിപ്പ്. വർഷിപ്പ് ഈസ് എ അണ്ടർസ്റ്റാൻഡിങ്. ആരാധന എന്ന് പറയുന്നത് ഒരു മനസ്സിലാക്കലാണ്. എന്താണ്? എൻ്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ഒന്നായി ചേർന്ന ആ ഒരു അവസ്ഥയാണ് വർഷിപ്പ്. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, അതിനെ ഞാനൊരു അല്പം കൂടെ വിശദമായി പറഞ്ഞു. ആരാധനയെ പഴയ നിയമത്തിലെ യാഗത്തോട് ചേർന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ യാഗത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു മൃഗം ഇവർക്ക് വേണ്ടി ആർക്കു വേണ്ടിയാണോ ആ മൃഗത്തെ അർപ്പിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുന്നു. ഇനി ആ മൃഗം അവിടെ ഇല്ല. ആ മൃഗം മരിച്ചതുകൊണ്ട് അതിന് വേണ്ടി, അത് നിമിത്തം ഈ വ്യക്തി ജീവിക്കുക. അപ്പൊ അതാണ് ആരാധനയെങ്കിൽ, അതാണ് യാഗമെങ്കിൽ, പുതിയ നിയമത്തിലെ വർഷിപ്പിനെ അതിനോട് കണക്ട് ചെയ്തവർ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഇനി ഞാൻ മരിക്കുകയില്ല, ഞാൻ അവന് വേണ്ടി ജീവിക്കുക, അവൻ നിമിത്തം ജീവിക്കുക. അപ്പൊ ആ ആരാധനയിൽ വെളിപ്പെടേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പാട്ടുകള്, നമ്മുടെ വാദ്യഘോഷങ്ങള്, ഇതിനുപരിയായി ഇതെല്ലാം അവിടെ കൂടി വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നു, പാട്ടുകൾ പാടുന്നു, മനോഹരമായ നിലയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നു. എന്നാൽ അതിൽ നിന്ന് ഒരു പടി കൂടെ ഉയർന്ന നിലയിൽ നമ്മുടെ ഉള്ളിലൊരു ബോധ്യം ഉണ്ടാകണം. Me and my God, me and my Christ are one. I am in Christ, Christ is in me, we are one. ഞാൻ ക്രിസ്തുവിൽ ഒന്നാണെന്നുള്ള ബോധ്യം, അതാണ് വർഷിപ്പ്.
അപ്പൊ ഈ ആരാധന, അതാണ് കർത്താവ് തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ നമസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് 24-ാം വാക്യം. ഇത് കർത്താവായ യേശു പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ അവിടെ ആ വർഷിപ്പിന്റെ ശാരീരികമായ എക്സ്പ്രഷന് ഉപരിയായി ആത്മാവിലുണ്ടാകുന്ന സ്വാധീനം, മാറ്റം, തിരിച്ചറിവ്, രൂപാന്തരം, അതിനെയാണ് ആരാധന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഫിലിപ്പ് ലേഖനത്തിലെ ആ 3-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 3-ാം വാക്യം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ആരാധന, എന്തിനെയാണ് ആരാധന എന്ന് അവിടെ പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. അത് നമുക്ക് ഈ വർഷിപ്പിനെ മിനിസ്ട്രിങ് സ്പിരിറ്റ്, മിനിസ്ട്രി എന്നും അതുപോലെ തന്നെ വർക്കും ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് ഈ വർഷിപ്പിനെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നിലയിൽ നാം ചെയ്യുന്നതെല്ലാം ആരാധനയാണ്. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ആയിത്തീരുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാലാണ് കാര്യങ്ങളെ മനസ്സിലാക്കി ചെയ്യുന്നതെങ്കിൽ, അതായത് കർത്താവ് പറഞ്ഞല്ലോ ദൈവവചനത്തിൽ കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിന് നമ്മുടെ മനസ്സോടെ ചെയ്യും. നിങ്ങൾ എല്ലാ കാര്യവും അവന്റെ നാമത്തിൽ ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും ആരാധനയാണ്. അപ്പൊ ആരാധന എന്ന് പറയുമ്പോൾ നമ്മള് കൂട്ടായ്മയിൽ പോകുമ്പോൾ, ചർച്ചിൽ പോകുമ്പോൾ ഉള്ള അവിടെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാകരുത്. എന്നാൽ അതിനപ്പുറത്ത് ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് വരുന്നൊരു ബന്ധമില്ല. അതായത് ദൈവവും ഞാനും തമ്മിലുള്ള കൂട്ടായ്മ, ആ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന ഒരു ജീവിത നിലവാരം, അതാണ് ആരാധന. അതിനെയാണ് ആരാധന എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരാധനയിൽ എന്തിനല്ല പ്രസക്തി? പുറമേയുള്ള ഒരു കാര്യങ്ങൾക്കും പ്രസക്തിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ഒരു പാട്ട് അത് പാടിക്കഴിയുമ്പോൾ തീരും. ആ വർഷിപ്പിന്റെ എല്ലാ ഭാഗവും അവസാനിച്ച് കഴിയുമ്പോൾ വർഷിപ്പ് തീർന്നു. പക്ഷെ ആ വർഷിപ്പില് നമ്മൾ നിൽക്കുമ്പോൾ, ആ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, പള്ളിയിലോ കൂട്ടായ്മകളിലോ നമ്മൾ ഒരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ, ആ പങ്കെടുക്കുന്ന നിമിഷം നമ്മുടെ ആത്മാവിൽ ദൈവവുമായിട്ട് സംഗമിക്കുന്ന, ദൈവത്തോട് യോജിച്ച് ചേരുന്ന ഒരു ആത്മീയ അനുഭവം നമുക്ക് ലഭിക്കുന്നെങ്കിൽ, അതേ പ്രിയപ്പെട്ടവരെ, ആ അനുഭവത്തിൽ നിലനിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആരാധന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നല്ലേ, റോമാലേഖനത്തില് അതിന്റെ 12-ാം അധ്യായത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ, നമുക്ക് അടുത്ത ഭാഗത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. 12-ാമത് റോമാലേഖനം 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പം ഈ ആരാധനയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, പാട്ടുകൾ നല്ലതാണ്, മനോഹരമായി സ്റ്റേജുകൾ അലങ്കരിക്കപ്പെടുന്നത് നല്ലതാണ്, വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ നിലയിൽ ആ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ശബ്ദത്തിലും ക്രമം തെറ്റാതെയും ഒരു വിധത്തിലും അതിൽ പങ്കാളികളാകുന്നവരുടെ
ശ്രദ്ധ തെറ്റിപ്പോകാതെ ഇവിടെ മനോഹരമായ പാട്ടുകൾ പാടുന്നത് വളരെ നല്ല കാര്യം. എന്നാൽ അതിനെല്ലാം അപ്പുറമായി ആരാധന എന്ന് പറയുന്നത്, അതെ ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ, അതായത് ക്രൈസ്റ്റ് ആയിരിക്കുന്ന, ക്രിസ്തു ആയിരിക്കുന്ന ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുന്ന നിലയിലേക്ക്, ആ ഉന്നതമായ ഒരു ആത്മ നിലവാരത്തിലേക്ക് എത്തുന്ന ഒരു തലത്തിലാകുന്നെങ്കിൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അവിടെ ശബ്ദത്തിനല്ല ഇമ്പോർട്ടൻസ്, അവിടെ വാദ്യോപകരണങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ്. പാടുന്ന പാട്ടുകൾക്കോ അതിൻ്റെ വാക്കുകൾക്കോ അതിൻ്റെ ആഴത്തിനോ അതിൻ്റെ അർത്ഥത്തിനോ ഇതൊന്നും പ്രസക്തമാകത്തില്ല. അതൊന്നും നമ്മളെ തൊടത്തുമില്ല. നമ്മൾ ഫുള്ളി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ അനുഭവം, അതാണ് യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മൾ രോഗം മറക്കും. അതാണ് പാട്ടുകാരൻ പാടുന്നത്, രോഗം മാറും, ക്ഷീണമൊക്കെ മാറും ആരാധനയിൽ. അന്ന് ഈ ആരാധനയില്ല, കെട്ടുകളയും ഈ ആരാധനയിൽ നമ്മുടെ ആരാധനയുടെ ആശയം, ആരാധന എന്ന് പറയുന്ന ആശയം, ആ ഒരു അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ ഒന്ന് മാറിയാൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരല്ല, പകരമായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ മാറും. യെസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയും. ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവും ഞങ്ങളും തമ്മിലുള്ള ഒരു ആഴമേറിയ ബന്ധത്തിൽ, അതെ, അങ്ങനെ കർത്താവിനെ ആരാധിപ്പാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങളെ സഹായിക്കണമേ. ആ ആരാധനയിൽ രോഗം മാറി, ക്ഷീണം മാറി, ഭാരം മാറി, നിരാശകൾ മാറി, പ്രതിസന്ധികൾ മാറി, അവയുടെ മേൽ ജയം ഘോഷിക്കുന്ന സീസണാക്കി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന, എല്ലാ ഭാരപ്പെടുത്തുന്ന സകല വിഷയങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. മഹത്വം എല്ലാം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇതൊരു ഒന്നാമത്തെ ഭാഗമാണ്. ഇതിന്റെ അടുത്ത ഭാഗം ഇതിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വർഷിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുക. യഥാർത്ഥ ആരാധനയിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് നിങ്ങളുടെ ജീവിതം, ദൈവത്തോട് ചേർന്നുള്ള ജീവിതത്തിന്റെ സന്തോഷം, ആ ക്രിസ്തീയ ജീവിതം കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം തരുന്നില്ല. ആ സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാനായിട്ട് ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് പുസ്തകം ലഭ്യമാണ്. സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നതെങ്കിലും അത് നിങ്ങൾക്ക് വിലയേറിയ ഒരു സമ്പാദ്യമായിട്ട്, ഇല്ലെങ്കിൽ വിലയേറിയ ഒന്നായിട്ട് തന്നെ അത് മാറും. നിശ്ചയമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.